വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 16 തിരുവചനങ്ങൾ 9 മുതൽ 18 വരെ. വിശുദ്ധ മർക്കോസ് 16:9 മുതൽ. ഞായറാഴ്ച അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റ് അവൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയാമിനെ ആദ്യമേ പ്രത്യക്ഷനായി. അവൾ പോയി യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവർ ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുകയായിരുന്നു. യേശു ജീവിച്ചിരിക്കുന്നുവെന്നും സ്ത്രീകൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടിട്ട് അവർ വിശ്വസിച്ചില്ല. അനന്തരം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ യേശു മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി മറ്റുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഒടുവിൽ അവർ 11 പേരും ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ് തന്നെ കണ്ടവരെ വിശ്വസിക്കാഞ്ഞതിനാൽ അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമെങ്ങും സഞ്ചരിച്ച് സകലരോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. വിശ്വസിച്ച് മാമോദിസ സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മരണകരമായ വിഷം കുടിച്ചാലും അവർക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഉയർപ്പിൻ്റെ ശേഷമുള്ള ചൊവ്വാഴ്ച ദിവസത്തെ ഉയർപ്പിൻ്റെ ചൊവ്വാഴ്ച എന്നാണ് പറയുന്നത്. ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളെല്ലാം ഉയർപ്പിൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉയർപ്പ് പെരുന്നാളിൻ്റെ 3-ാം ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഞായറാഴ്ച, തിങ്കൾ, ചൊവ്വ. ഈ ദിവസം ഉയർപ്പിന് ശേഷം നടന്ന സംഭവങ്ങളെ ഓരോ സുവിശേഷകരിലൂടെ നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ സ്വയപരിശോധനയ്ക്ക് വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് ഇരുന്നാട്ടെ. ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഈ 3-ാം ദിവസത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 9 മുതൽ 18 വരെ വായിച്ചപ്പോൾ നമുക്കിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഞായറാഴ്ച അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റ് അവന് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയാമിന് ആദ്യമേ പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത് മഗ്ദല മറിയത്തിനാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റു പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ തുടങ്ങിയിട്ട് വർഷം എത്രയായി? 2017 ഇപ്പം 2000 വർഷത്തിലധികം ഈ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന അനേകർ അനുഭവിച്ചു കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഒരു സിഖുകാരൻ സുന്ദർ സിംഗ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. അത് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടില്ല. ആ സുന്ദർ സിംഗ് യേശുവിനെ കണ്ടതിന് ശേഷം യേശുവിൻ്റെ സാക്ഷിയായി മക്കാമെന്ന് കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മാത്യു സമ്പാദ്യൻ 12-13 വയസ്സുള്ള ഓടിച്ചെന്ന് അദ്ദേഹത്തെ കണ്ടതായി ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടോന്നായി ചോദിക്കും. നമ്മളിപ്പോൾ എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? യേശു ക്രിസ്തു നമുക്ക് തന്നെ പ്രത്യക്ഷപ്പെടാഞ്ഞ അത് നമുക്കറിയേണ്ടത്. യേശു ക്രിസ്തു 1-ാം നൂറ്റാണ്ട് മുതൽ 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട് വരെയായി നമ്മളെ കർത്താവിനെ ഒന്ന് കാണാൻ വരാൻ. അതൊന്ന് കർത്താവിനൊന്ന് അന്വേഷിക്കാം. ഈ മഗ്ദലക്കാരത്തി മറിയാമിനെ ആദ്യം കാണാൻ എന്താ കാര്യം? 7 ഭൂതങ്ങളെ കർത്താവ് പുറത്താക്കിയ, അപ്പോൾ 7 ഭൂതങ്ങളിരുന്ന സ്ഥലത്ത് കർത്താവ് തൻ്റെ വചനങ്ങളെ അകത്താക്കി. അപ്പോൾ ഭൂതങ്ങളാണ് യേശുവിനെ കാണുന്നതിനുള്ള തടസ്സം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഭൂതങ്ങൾ കാണും. ആ ഭൂതവും ആണ് യേശുവിനെ കാണുന്നതിനും യേശുവിനെ തിരിച്ചറിയുന്നതിനും തടസ്സമായി നിൽക്കുന്നത്. അതിനെ പുറത്താക്കണം. ഭൂതം പുറത്താകുമ്പോൾ കർത്താവ് അകത്താവും, കർത്താവിൻ്റെ വചനങ്ങൾ അകത്താവും. കർത്താവിൻ്റെ വചനങ്ങൾ കൂടെ നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി അത് ധ്യാനിച്ച് അത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമായി
ആ യേശുവിനെ കാണാൻ നമ്മൾ ദാഹത്തോടെ നടക്കുമ്പോൾ നമ്മളെ കാണും. യേശുവിൻ്റെ കൂടെ യേശുവിനെ അനുഗമിച്ചവരിൽ ഏറ്റവും അധികം യേശുവിനോട് ദാഹം ഉണ്ടായിരുന്നത്, യേശുവിനെ കാണാനും യേശുവിനോട് വിശ്വാസം വർദ്ധിച്ചത് 7 ഭൂതം പോയ നാസരീക്ക. അതുകൊണ്ട് ആദ്യം അവിടെ ചെന്ന് കണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ 12 ശിഷ്യന്മാർക്ക് പിന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. 12-ൽ 1 വെട്ടിയാന്ന് ചേർത്തു, അവന് കാണാനത്തില്ല. പോയിട്ട് 11 പേർ, 500 പേരെ വരെ കണ്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പലരൊക്കെ പല സ്ഥലത്ത് പല ഇടങ്ങളിൽ പല വിധത്തിൽ കർത്താവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. നമുക്കിതുവരെയായിട്ടും ഈ യേശു നമ്മളൊക്കെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഏതൊക്കെയോ ഭൂതം ഇനിയും പോകാനുണ്ടെന്നാണ് ഒരർത്ഥം. ഈ ഭൂതം എന്ന് പറയുന്ന പല ഇനമുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും രൂപത്തിലുള്ള ഭൂതങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ പക്ഷി മൃഗാദികളുടെയും രൂപത്തിലുള്ള ഭൂതങ്ങളുണ്ട്. അതിനെല്ലാം അതിൻ്റേതായ സ്വഭാവം കാണും. അതിനെ ആ സ്വഭാവം മാറ്റാൻ ഒക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലെ സ്വഭാവങ്ങളുടെ പുറയിലെല്ലാം ഭൂതങ്ങളും കൂടിയുണ്ട്. മക്തമലയത്തിൻ്റെ വ്യഭിചാര സ്വഭാവത്തിൻ്റെ പുറയിൽ 7 ഭൂതം ഉണ്ടായിരുന്നു. അതിന് ആർത്തി ആ കാര്യത്തിനോട്, അതിന് പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ബോധമില്ല, ഭൂതങ്ങൾക്ക് ബോധമില്ല. അതിൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആരെയും എവിടെയും എന്തും ചെയ്യും. അതാണ് എൻ്റെ ലക്ഷണം. അങ്ങനെ നല്ല പട്ടാപ്പകലാണ് ഒരു പുരുഷനെയും പിടിച്ചുകൊണ്ട് പോയി വിചാരം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് അവളെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തി, ഇവിടെ ഇപ്പോൾ കല്ലെറിയണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബോധമില്ലാത്ത തരത്തിൽ നമ്മളെ മോഹങ്ങളിലും ആസക്തികളിലും കുടുക്കി ഭ്രാന്തരെ പോലെ മൃഗങ്ങളെ പോലെ നടത്തുന്നതാണ് ഭൂതങ്ങളുടെ സ്വഭാവം. ഭൂതങ്ങൾ മാറിയാലേ നമുക്ക് മനുഷ്യത്വവും ദൈവമക്കളുടെ പദവിയിൽ ലഭിക്കുകയുള്ളൂ എന്ന് കാര്യം. അതുകൊണ്ട് മാമോദിസായി തുടങ്ങുന്ന ഭൂതങ്ങളെ പുറത്താക്കുന്ന പരിപാടി, ഒന്നോ അതിലധികമോ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടാണ് നമ്മളെ മാമോദിസ മുക്കി പേര് തന്ന് പേര് ജീവൻ ദിവസത്തിൽ എഴുതിയത്. പക്ഷെ ഇറങ്ങിയ ഭൂതം പിന്നെയും കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും 5 നോമ്പ് ആവർത്തിക്കുന്നത്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഇതിനെ ഇറക്കാനൊക്കെ ഉള്ളൂ. ഇറക്കുന്ന ശൂന്യ സ്ഥലത്ത് കർത്താവിനെ നിറച്ചില്ലെങ്കിൽ വീണ്ടും അവർ കയറും. ഇങ്ങനെ ഭൂതത്തെ പുറത്താക്കലും യേശുവിനെ അകത്താക്കലും എല്ലാ ദിവസവും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ സ്ഥിതി എന്താണ്? മക്തലക്കാരത്തി മറിയയുടെ ഭൂതങ്ങൾ 7 പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭൂതം കയറിയിട്ടില്ല. ഭൂതങ്ങൾ പലപ്പോഴും കയറാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ വന്നു നോക്കുമ്പോൾ യേശു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. യേശു പറഞ്ഞ വചനം അവൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന് പറയുന്നോട്ട് മാറുന്നുമില്ല. അപ്പം ഭൂതം പോയ ഭൂതം വേറെ ഒത്തിരി ഭൂതങ്ങളെ കൊണ്ട് വന്നിട്ടുണ്ട് കയറാൻ. ഇടമില്ല, അങ്ങനെ അങ്ങ് തിരിച്ചങ്ങ് പോയി. പക്ഷെ നമ്മളിൽ ഇറങ്ങിയ ഭൂതം തിരികെ വന്ന് ഇട കണ്ടായിരുന്നുകൊണ്ട് തിരികെ കയറിയിട്ടുണ്ട്. തിരികെ കയറിയാൽ ഇടയുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ 7 കൂടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അത് ലൂക്കോസ് 11-ലുണ്ട്. അപ്പോൾ ഇറങ്ങിയത് തിരികെ കയറുന്നത് 7 ഇരട്ടിയായിട്ടാണ്. അപ്പോൾ 7 ഭൂതങ്ങൾ പോയെടുത്ത് അനേക ഭൂതങ്ങൾ തിരിച്ചു കയറാൻ ആഗ്രഹിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇടയില്ലാത്തതുകൊണ്ട് അവർ തിരിച്ചങ്ങ് പോയി. അപ്പം നമുക്കിന്ന് ഈ 2017 ഉയർപ്പ് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയെങ്കിലും കർത്താവിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹിക്കാമെങ്കിൽ എല്ലാ ഭൂതങ്ങളോട് യാത്ര പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കണ്ട് ഭൂതങ്ങൾ പുറത്തായി പരിശുദ്ധാത്മാവ് അകത്തായി വചനം ധ്യാനിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് അനേകരുടെ ഭൂതങ്ങളെ പുറത്താക്കാൻ ഒക്കുമെന്നും പറയുന്നു. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിന് അങ്ങനെയുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. പുതിയ ഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ എത്രത്തോളമായി നമ്മുടെ ഭൂതങ്ങളെ മാറ്റിയിട്ട് വേണം നമുക്ക് അനേകരുടെ ഭൂതങ്ങളെ മാറ്റാനുണ്ട്. നമ്മുടെ ഭൂതമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് ആത്മാവിൽ നിറഞ്ഞിട്ട് വേണം നമ്മുടെ ജീവിത പങ്കാളിയിലും വീട്ടിലുള്ളവരിലും നാട്ടിലുള്ളവരിലും ഒക്കെയുള്ള ഭൂതങ്ങളെ പുറത്താക്കാൻ. അമ്മായിയമ്മയുടെ ഭൂതത്തെ പുറത്താക്കാൻ മരുമകൾക്ക് ഇതുവരെയും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഭൂതം ഇതുവരെ തീർത്ത് മാറി കാണുകയില്ലെന്ന കാര്യം. നമ്മളിനി ആത്മാവിൽ നിറയാനുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മനിറവ് വരുന്ന ബന്ധിക്കുസിക്കെങ്കിലും സാധിച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കാമെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കാനൊക്കും, പരിശുദ്ധാത്മാവിനെ അകത്താക്കാനൊക്കും, രോഗികളെ സുഖപ്പെടുത്താനൊക്കും, ആ അടയാളങ്ങളോടും അത്ഭുതം കൊണ്ട് അനേകരെ നേടാൻ സാധിക്കും. അതിനായി കർത്താവ് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വയപരിശോധന ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. കർത്താവേ, നീ അനേകർക്ക് അനേക നാളായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഇതുവരെയും പൂർണ്ണമായിട്ട് കാണാനൊത്തിട്ടില്ല. അപ്പോൾ ഏതൊക്കെയോ ഭൂതം ഇനിയും പോകാനുണ്ട്. പോയ ഭൂതം ഏതൊക്കെയോ തിരിച്ച് കയറി കാണും. ഭൂതത്തിൻ്റെ സ്വഭാവം അത്യാഗ്രഹങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ, അതിൻ്റെ പുറയിലെല്ലാം വിളിച്ചിരിക്കുന്നു. നിന്നെയല്ലാതെ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാലേ ഭൂതമെല്ലാം പോവുള്ളൂ. 71 സംഗീതത്തിന് കർത്താവ് നമ്മുടെ കയ്യെ പിടിക്കണമെങ്കിൽ, കർത്താവ് നമുക്ക് വെളിപ്പെടണമെങ്കിൽ, കർത്താവെ നിന്നെയല്ലാതെ എനിക്കൊന്നും വേണ്ട, നീ മാത്രം മതി എന്ന് പറയുന്ന ആ സമർപ്പണ പുതുക്കത്തിൽ ഈ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെങ്കിലും കർത്താവ് നമുക്ക് വെളിപ്പെടട്ടെ. എമ്മൂസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കാര്യം ഇന്നലെ വായിച്ച് നിങ്ങൾ കേട്ട് കാണും. എമ്മൂസിലേക്ക് നടന്ന ശിഷ്യന്മാരുടെ സങ്കടവും വ്യാകുലവും ദുഃഖവും
പരിഭവവും പരാതിയും എല്ലാം മാറി. യേശു പറഞ്ഞ വചനം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം വാഴ്ത്തി കൊടുത്തപ്പോൾ കണ്ണു തുറന്നു. ഇന്നത്തെ അപ്പം എന്താ അവിടെ ഇരിക്കുന്നത്? അത് വാഴ്ത്താൻ പോവുകയാണ്, മുറിക്കാൻ പോവുക, തരാൻ പോവുക. അപ്പോഴെങ്കിലും കണ്ണു തുറക്കുമോ, കർത്താവിനെ കാണാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി ഒരിക്കൽ കൂടെ പാവചനം പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വാസം നമ്മൾ പുതുക്കിയിരിക്കുന്നു. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, യോർദാൻ നദിയിൽ വെളിപ്പെട്ടതായ ആ ത്രിത്വത്തിൽ നിന്നുള്ള വിശ്വാസം നമ്മൾ പുതുക്കി കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും തിന്മയുടെ ശക്തികൾ ഒളിച്ചിരിപ്പുണ്ട്. അതിനെല്ലാം ഇപ്പോൾ നമ്മൾ പുറത്താക്കിയിരിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ യാചിക്കുകയാണ്. ഏതിലൂടെയാണ് തിന്മ നമ്മൾ ഒളിച്ചിരിക്കുന്നത്? അമിതമായ മമതകൾ പിശാചിൻ്റെ ഒളിപ്പടമാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും സാധനങ്ങളോടോ ഏതെങ്കിലും കാര്യങ്ങളോടോ അമിതമായ മമത വന്നെങ്കിൽ ഉടനെ പിശാച് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോണം. എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി പോ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വചനത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെന്ന് പറയുമ്പോൾ ഈ പിശാച് ഓടിപ്പോകും. പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യം ആരാധനയാണ്. അതുകൊണ്ടാണ് ആരാധന മുടക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും മാർഗം, ഏറ്റവും നല്ലത്, അവന് ഇഷ്ടമില്ലാത്തതാണ് ദൈവവും ദൈവത്തിൻ്റെ ആരാധനയും ദൈവത്തിൻ്റെ സ്തുതിയും. അപ്പോൾ പിശാച് പോകുന്നിടം വരെയും ആരാധിച്ചാൽ മതി. ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു പിശാചിനെ കയറാനൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ യാചിക്കാൻ പോവുകയാണ്. നമുക്കും നമ്മുടെ വീർക്കും പല സ്ഥാപിത താല്പര്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്കും കാണും. അത് ജാത്തിയാലുള്ള തൂത്താ മാറിയലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ കാണുന്നതാണ്. അതിനെയാണ് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞത്. വീണ്ടും ജനത്തിന്റെ അനുഭവത്തിൽ ഒന്നുകൂടെ ജനിച്ച് കഴിയുമ്പോൾ പിതാവിൻ്റെ സ്വഭാവം, പുത്രൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്നൊക്കെ വരും. ആ സ്വഭാവമുള്ളടത്ത് വിശാചരിക്കാനൊക്കെയില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കുമ്പോൾ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനുള്ള കാര്യമില്ല ഏറ്റെടുക്കുക. ദൈവികമല്ലാത്ത എല്ലാത്തിനെയും ഓടിച്ചു കളയുക, ദൈവികമായതിനെ ഉള്ളിൽ കയറ്റുക. അതിനുവേണ്ടി നമുക്ക് ഇതുവരെയും അത് പൂർണ്ണമായി സാധിച്ചിട്ടില്ലെങ്കിൽ ദൈവം വെറുക്കാൻ പറഞ്ഞതിനെ വെറുക്കണം, ദൈവം സ്നേഹിക്കാൻ പറഞ്ഞതിനെ സ്നേഹിക്കണം. ദൈവം സ്നേഹിക്കാൻ പറഞ്ഞതിനെ വെറുത്താൽ അതും കുഴപ്പമാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്ന് പറയുന്നു. അവരെ അപമാനിക്കണമെന്നും അവഗണിക്കണമെന്നും തോന്നിപ്പിക്കുന്ന പിശാച. എന്തിനാ? ദീർഘായുസ്സും നന്മയും കളഞ്ഞത് നമ്മളെ അകാലമൃത്യുവിനെ ഇരയാക്കാൻ വേണ്ടിയാണ് അപ്പനെയും അമ്മയും അപമാനിക്കാൻ തോന്നിക്കുന്നത്. ഇത് ഈ എന്നെ വഞ്ചിക്കാനും അകാലമൃത്യുവിനെ ഇരയാക്കാനും വന്നിരിക്കും പിശാചിൻ്റെ തന്ത്രമാണ്. നീ പോവും. എൻ്റെ അമ്മയോടും അമ്മായിയമ്മയോടും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും അവരെ ഞാൻ ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം തോന്നുന്നില്ലെങ്കിലും വചനപ്രകാരം അവരെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ പിശാചോടും നമുക്ക് പുതിയ അനുഗ്രഹം കിട്ടും, ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്യും. ഈ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് സകല കാര്യം വിട്ടുകൊടുത്തിട്ട് കാര്യസ്ഥൻ വേണ്ടത് എനിക്ക് വേണം, വേണ്ടാത്തത് വേണ്ട. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്, ഭക്തി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഇത് വേണ്ട തരത്തിൽ സഭാ പുരോഹിതന്മാരെന്ന നിലയിൽ ഞങ്ങൾ സഭയെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ തഴുതെറ്റിപ്പോകുന്നത്. അപ്പോൾ പുരോഹിതന്മാർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വിശ്വാസികളായ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളെ തുല്യ ദുഃഖിതരാണ്, തുല്യ വിധത്തിൽ കുറ്റക്കാരുമാണ്. നമ്മൾ തമ്മിൽ ക്ഷമ ചോദിച്ച് കൈ കൊടുത്തുകൊണ്ട് യാചിക്കുമ്പോൾ ഇന്നത്തെ കുർബാനയിലെങ്കിൽ നമുക്ക് ഉയർത്തുന്നേരിയ യേശുവിനെ കാണണം. സഹോദരി സഹോദരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുക. നിങ്ങളാരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഭജനമേ നിന്നിൽ നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഇപ്പോൾ നമ്മൾ കർത്താവിനെ തിരിച്ചറിയാനുള്ള കൃപ യാചിക്കുകയാണ്. മാതാവ് കർത്താവിനെ കണ്ടു, മഗ്ദലമറിയം കണ്ടു, അപ്പോസ്തലന്മാർ കണ്ടു. നമ്മളുടെ ജീവിതത്തിൽ ഈ ആരാധനയിൽ എമ്മോസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാർക്ക് വാഴ്ത്തപ്പെട്ടതായ തിരിച്ചറി രക്തങ്ങൾ കൊടുത്തപ്പോൾ അവിടെ കണ്ണു തുറന്നു. ഇപ്പോൾ കുർബാന അനുഭവിക്കാൻ പോകാം. കുർബാന അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു തുറക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ആദ്യം മഗ്ദലമറിയത്തിനെ കണ്ടതിൻ്റെ ശേഷം പിന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. തന്നെ കണ്ടവരെ വിശ്വസിക്കാഞ്ഞതിൽ അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ഇപ്പോൾ വിശ്വാസക്കുറവും ഹൃദയകാഠിന്യവുമാണ് കർത്താവിനെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ തടസ്സങ്ങൾ. ഹൃദയകാഠിന്യവും വിശ്വാസക്കുറവും ഉണ്ടെങ്കിലും അവൻ നമ്മളെ തള്ളിക്കളയില്ല, നമ്മളെ പുറകെ തേടി വന്ന് ശാസിച്ചിട്ട് പിന്നെ കാണിക്കാൻ സാധിക്കും. അപ്പം മഗ്ദലമറിയത്തിന് ശാസനയുടെ ആവശ്യമില്ലായിരുന്നു. നേരാൽ പാപം ചെയ്യുമെന്ന് പറഞ്ഞ ശാസന അവൾ സ്വീകരിച്ചു. പിന്നെ പാപം ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അവളുടെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞ വചനം മുഴുവൻ ഉൾക്കൊണ്ട് അത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമായി അതിരാവിലെ തന്നെ കല്ലറയ്ക്ക് തന്നെ രാത്രിയിൽ തന്നെ യേശുവിനെ തപ്പിച്ചെന്നപ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവം അംഗീകരിച്ച്
അതിന് സന്തോഷമായിട്ടാണ് അവളെ ചെന്ന് ആദ്യമായിട്ട് കാണുന്നത്. അവൾ പറഞ്ഞതായ ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർ അംഗീകരിക്കാഞ്ഞപ്പോൾ അവരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് മുമ്പ് യേശുവിനെ കണ്ടവരെക്കുറിച്ച് നമ്മൾ പലരിൽ നിന്ന് കേട്ടതാണ്. നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമുക്ക് കാണാൻ കഴിയാൻ ആ ശാസന നമ്മൾ ഉൾക്കൊള്ളണം. കർത്താവേ, നീ ഞങ്ങളെ പലതരത്തിൽ ശാസിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കുണ്ടായ പല അനർത്ഥങ്ങളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെ മുതലായ ചിലപ്പോൾ ആ ശാസനയായിരിക്കും. നീ എന്തുകൊണ്ടാണ് നീ പൂർണ്ണമായി വിശ്വസിക്കാത്തതെന്ന് ആ വിശ്വാസം പുതുക്കിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായി കർത്താവിനെ കണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് പ്രാർത്ഥന തുടരുകയാണ്.